പോലീസ് പറഞ്ഞ ഒരു കൗതുകരമായ കാര്യമാണ്. 47 ലക്ഷം രൂപ കാണാൻ കഴിയുന്ന നിലയിൽ ഈ ക്യാഷ് കൗണ്ടറിലുണ്ടായിരുന്നു. അതിൽ നിന്ന് 3 കെട്ടുകൾ, 5 ലക്ഷത്തിന്റെ വീതമുള്ള 3 കെട്ടുകൾ, അങ്ങനെ 15 ലക്ഷം എടുത്താണ് ഇയാൾ കടന്നു കളഞ്ഞത്. അത് സ്വാഭാവികമായിട്ട് നമുക്ക് കൗതുകമുണ്ടാക്കുന്ന കാര്യമാണ്. ഇങ്ങനെ റിസ്ക് എടുത്ത് ഒരാൾ മോഷണം നടത്തുമ്പോൾ കൃത്യമായ ഒരു പൈസ മാത്രം ബാക്കി വാരിയെടുക്കാവുന്ന സാഹചര്യം ഉണ്ടായിട്ടും അത് ചെയ്യാതെ പോയി. അതിലെന്തെങ്കിലും പോലീസ് കണക്ക് കൂട്ടുന്നുണ്ടോ? ഒപ്പം ഇയാൾ എങ്ങോട്ടേക്ക് പോയി എന്നതിനെ കുറിച്ചൊരു കൃത്യമായ വിവരത്തിലേക്ക് പോലീസ് എത്തിയോ? തീർച്ചയായും അത് സംബന്ധിച്ച് കൃത്യമായ സൂചനകൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. പക്ഷേ അതിപ്പോൾ പുറത്തു പറഞ്ഞാൽ പ്രതിക്ക് ഗുണകരമാകും എന്നുള്ള ഒരു കണക്കുകൂട്ടലിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് പറയാത്തതെന്നാണ് SP അല്പസമയം മുമ്പ് പറഞ്ഞത്. അതായത് ഈ ബാങ്കിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി അറിയാവുന്ന ഒരാൾ തന്നെയാണ് ഈ മോഷണം നടത്തിയതെന്നുള്ളതാണ് പോലീസിൻ്റെ ഒരു നിഗമനം. കാരണം മറ്റൊന്നുമല്ല, 2 മണി മുതൽ 2:30 വരെയാണ് ബാങ്കിൻ്റെ ലഞ്ച് ടൈം. ആ ലഞ്ച് ടൈമിൽ കൃത്യമായി 2:12 ഈ പ്രതി അങ്ങോട്ടേക്ക്, ഈ മോഷ്ടാവ് അങ്ങോട്ടേക്ക് എത്തുന്നത്. മോഷ്ടാവ് എത്തിയ ശേഷം ഏകദേശം 3 മിനിറ്റിൽ താഴെ സമയം കൊണ്ട് മാത്രമാണ് ഈ മോഷണം നടത്തി അവിടെ നിന്നും തിരികെ പോകുന്നത്. ആ ക്യാഷ് കൗണ്ടറിനകത്ത് വെറും 10 സെക്കൻഡ് മാത്രം സമയമാണ് ഇയാൾ ചെലവഴിച്ചത്. ആ 10 സെക്കൻഡ് ചെലവഴിച്ചതിൽ തന്നെ 45 ലക്ഷം രൂപയോളം, 47 ലക്ഷം രൂപയോളം ആ ക്യാഷ് കൗണ്ടറിനകത്ത് കെട്ടുകളാക്കി തിരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. 5 ലക്ഷത്തിൻ്റെ കെട്ടുകളാക്കിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് 3 കെട്ടുകൾ മാത്രമാണ് പ്രതി എടുത്ത് കൊണ്ടുപോയത്. അത് വളരെ കുറച്ച് സമയം കൊണ്ട് അയാൾ എടുത്ത് കൊണ്ടുപോവുകയും ചെയ്തു. ഈ പ്രതി ഉപയോഗിച്ച ഒരു വാഹനം എന്ന് പറയുന്നത് അത് സ്കൂട്ടറാണ്. ആ സ്കൂട്ടർ എത്രത്തോളം, അതായത് അതുമായി ബന്ധപ്പെട്ട നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് കൃത്യമായി പരിശോധിച്ച് വരികയാണ്. അത് മോഷ്ടിച്ച സ്കൂട്ടറാണോ അതോ ഈ പ്രതിയുടെ തന്നെയാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ അതിപ്പോൾ പുറത്തു പറഞ്ഞാൽ ഒരു പക്ഷേ അത് പ്രതിക്ക് സഹായകരമാകുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് പോലീസ് ആ കാര്യങ്ങൾ പുറത്തു പറയുന്നില്ല. അതേസമയം തന്നെ മറ്റൊരു എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇയാൾ ഹിന്ദിയാണ് സംസാരിച്ചത്. പക്ഷേ ഹിന്ദി സംസാരിച്ചുവെങ്കിൽ പോലും അത് ഇതര സംസ്ഥാനക്കാരനാണോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. പോലീസിനെയും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരെയും തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ഒരു പക്ഷേ ഹിന്ദിയിൽ സംസാരിച്ചതാകാം എന്നുള്ള ഒരു കണക്കുകൂട്ടലും പോലീസിനുണ്ട്. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ചുകൊണ്ട് പോലീസ് ഈ പ്രതിയിലേക്ക് എത്താനുള്ള നിർണായകമായ വിവരങ്ങളൊക്കെ തന്നെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. വാളയാർ ടോൾ പ്ലാസയിൽ ഉൾപ്പെടെ പരിശോധനകൾ നടക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ജില്ലാ അതിർത്തികളെല്ലാം തന്നെ പോലീസ് കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് ചാലക്കുടിയിലും പ്രദേശത്തുമെല്ലാം തന്നെ വലിയ തോതിൽ അന്വേഷണം നടത്തുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ചാലക്കുടിയിൽ നിന്ന് എറണാകുളത്തേക്ക് കടക്കാനായി വളരെ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ എറണാകുളത്തേക്ക് കടന്നു കഴിഞ്ഞാൽ പല ഇടങ്ങളിലേക്ക് തിരിഞ്ഞു പോകാനായുള്ള ഒരു സാധ്യതകൾ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ചുകൊണ്ട് ജില്ലാ അതിർത്തികൾ കൃത്യമായി പരിശോധിച്ച് ഈ പ്രതിയെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള നടപടികൾ എടുക്കുന്നുണ്ട്. പോലീസ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. അധികം വൈകാതെ തന്നെ പ്രതിയെ പിടികൂടാൻ കഴിയുമെന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് നിലവിൽ പോലീസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കും അത് അങ്ങനെ തന്നെ കണക്കുകൂട്ടാം. അധികം വൈകാതെ തന്നെ പ്രതി വലയിലാകും എന്നുള്ളത് റൂറൽ SP-യിൽ നിന്നും അത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നിലവിൽ തൃശ്ശൂർ റേഞ്ച് DIG ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം ബാങ്കിനകത്ത് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിന് ശേഷം അദ്ദേഹവും പുറത്തിറങ്ങും. കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും അദ്ദേഹത്തിൽ നിന്നും ലഭ്യമാകുമോ എന്ന് നമുക്ക് തേടാം. ലിഷോയ്, ആ 2 ജീവനക്കാർ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവരുടെ പ്രതികരണങ്ങൾ ലഭ്യമായി? അവർ ആ ഒരു ഷോക്കിൽ നിന്ന് മുക്തരായിട്ടുണ്ടോ? അവർ അപ്പോഴത്തെ ആ ഒരു സാഹചര്യത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞത്? കാരണം പെട്ടെന്ന് ഒരാൾ കടന്നു വരുന്നു, കയ്യിൽ ആയുധമുണ്ട്, ഏതെങ്കിലും രീതിയിൽ പ്രതിരോധിക്കാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ കഴിയില്ല. അവരുടെ അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയെക്കുറിച്ച് അവർ എന്ത് പറഞ്ഞു? നമ്മളോട് ആ ഒരു സമയത്ത് അവർ പ്രതികരിച്ചിരുന്നു. അതായത് ബാങ്കിനകത്ത് വെച്ച് ആദ്യം കണ്ട ജീവനക്കാരനും പിന്നീട് പുറത്തു വെച്ച് ബാങ്കിൻ്റെ മാനേജരും പ്രതികരിച്ചിരുന്നു. പിന്നീട് അവർ ആരോടും, മറ്റ് മീഡിയകളോടോ അല്ലെങ്കിൽ മറ്റാരോടോ തന്നെ ഈ കാര്യങ്ങളൊന്നും തന്നെ പങ്കുവച്ചിട്ടില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അത് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ അവർ ആ ഷോക്കിൽ നിന്നും വിട്ടുമാറിയിട്ടില്ല. കാരണം മറ്റൊന്നുമല്ല, ആയുധവുമായി ഒരാൾ ബാങ്കിനകത്തേക്ക് കടന്നു വരികയാണ്. അത് ഏതെങ്കിലും തരത്തിൽ പ്രതിരോധിക്കാൻ ശ്രമിച്ചാൽ പോലും അത് തങ്ങളുടെ ജീവന് കൂടി ആപത്താകുമോ എന്നുള്ളൊരാശങ്കയും അത്തരത്തിലുള്ളൊരു ഭയപ്പാടും അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ ആ സമയത്ത് പ്രതികരിക്കാതിരുന്നത്. 2 ജീവനക്കാരാണ് പുറത്തേക്ക് വന്നിരുന്നത്. മറ്റ് ജീവനക്കാർ 4 ജീവനക്കാരോളം ഭക്ഷണം കഴിക്കുകയായിരുന്നു ബാങ്കിൻ്റെ പുറകുവശത്ത് എന്നുള്ളതാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് റൂറൽ SP പറഞ്ഞത്. അവർ പുറത്തേക്ക് ഇറങ്ങാനായി കഴിഞ്ഞിരുന്നില്ല, അവർ അറിഞ്ഞിട്ടുമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അവരുമായി നമ്മൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്. എന്തായാലും 2 ജീവനക്കാരാണ് ആ സമയം അവിടെ ഉണ്ടായിരുന്നത്. ആ 2 ജീവനക്കാരെയും വാഷ്റൂമിനകത്ത് പൂട്ടിയിട്ട ശേഷമാണ് ഈ ക്യാഷ് കൗണ്ടറിൻ്റെ ചില്ല് തകർത്ത് ആ ക്യാഷ് കൗണ്ടറിൻ്റെ അവിടെ ഉണ്ടായിരുന്ന ആ വേർതിരിവ്, ആ ഒരു മറ തകർത്ത് വീണ്ടും പണവും എടുത്ത് ബാഗ്
മറ്റ് കടകളും വ്യാപാര സ്ഥാപനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇയാൾ പെട്ടെന്ന് ഈ പണവുമായി തിരിച്ചു പോകുന്നതിലൊരു അസ്വാഭാവികത ആരെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? പെട്ടെന്നൊരു വാഹനം എടുത്ത് തിരിച്ചു പോകുന്ന അങ്ങനെ ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ? ദിവിഷ ഉച്ച സമയമായതിനാൽ തന്നെ ആ തൊട്ടടുത്ത കടക്കാരും തന്നെ പുറത്തുണ്ടായിരുന്നില്ല. നമ്മൾ ആ കടക്കാരുമൊക്കെയായി സംസാരിച്ചു. തൊട്ടടുത്തൊരു തുണിക്കടയാണുള്ളത്. അവിടുത്തെ സ്റ്റാഫുമായി ഞാൻ അല്പസമയം മുമ്പ് സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞത് അവർ ഈ ബാങ്ക് ജീവനക്കാർ വിളിച്ചത് കേട്ടാണ് അവർ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഈ മോഷ്ടാവിനെയോ ഈ സംഭവങ്ങളോ ഒന്നും തന്നെ അവർ അറിഞ്ഞിരുന്നില്ല. കുറച്ചങ്ങ് നീങ്ങിയുള്ള കടകളിൽ ആരും തന്നെ ഈ സമാനമായ കാര്യമൊന്നും തന്നെ അറിഞ്ഞിട്ടില്ല. പോലീസ് പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഈ പ്രതി സാധാരണ ഒരു ബാങ്കിലേക്ക് ഒരാൾ എങ്ങനെ വരുന്നു എന്നുള്ള രീതിക്ക് ഈ ബാങ്കിന് മുൻപിൽ സാധാരണ പോലെ വാഹനം നിർത്തുന്നു. ഒരു ബാങ്കിൻ്റെ ഒരു കസ്റ്റമർ എന്നുള്ള രീതിക്ക് ഡോർ തുറന്ന് അകത്തേക്ക് കയറുന്നു. ഈ പണം എടുത്തതിന് ശേഷവും പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ബാങ്ക് ജീവനക്കാർ ആ റൂമിനകത്ത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ ആ പുറത്തേക്ക് ഇറങ്ങി വരുന്നതും സ്വാഭാവികമായി ഒരാൾ ഇറങ്ങിപ്പോരുന്നത് പോലെ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ പുറത്തുണ്ടായിരുന്നവർക്ക് ആർക്കും തന്നെ അങ്ങനെ സംശയമൊന്നും തോന്നിയില്ല. പിന്നീട് ബാങ്ക് ജീവനക്കാർ ബാങ്ക് ജീവനക്കാർ അതിനുള്ളിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴാണ് പിന്നീട് പോലീസൊക്കെ എത്തിയതിന് ശേഷമാണ് പലരും തൊട്ടടുത്ത 2-3 കടകൾ അപ്പുറത്തുള്ളവർ പോലും ഈ പോലീസൊക്കെ എത്തിയതിന് ശേഷവും നമ്മളൊക്കെ എത്തിയതിന് ശേഷവുമാണ് ഇത്തരത്തിൽ ഇങ്ങനൊരു സംഭവം നടന്നതായി തന്നെ അറിയുന്നത്. അത്രത്തോളം ഒരു സ്വാഭാവികമായി നടന്ന ഒരു സംഭവം എന്നുള്ള രീതിക്ക് എങ്ങനെയാണ് അവർ പുറത്തിറങ്ങിയത്? അവരെ മറ്റു ജീവനക്കാർ വന്ന് ഈ കസേര മാറ്റി രക്ഷപ്പെടുത്തുകയായിരുന്നോ അതോ അവർ തന്നെ തള്ളി തുറന്ന് പുറത്തു വരികയായിരുന്നോ? മറ്റു ജീവനക്കാരുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ആ മറ്റു ജീവനക്കാരാണ് പോലീസിനെ വിവരം അറിയിച്ചതും. അതായത് ഈ 2 ജീവനക്കാരല്ല, അവിടെ ഉണ്ടായിരുന്ന മറ്റ് സ്റ്റാഫുകളാണ് അവിടെ എത്തി ഇവരെ മോചിപ്പിച്ചതും അതിനോടൊപ്പം തന്നെ ഈ പോലീസിനെ വിവരം അറിയിച്ചതും. അതിനെ തുടർന്ന് പോലീസ് അവിടേക്ക് എത്തുകയും കൂടുതൽ പരിശോധനയൊക്കെ നടത്തുകയുമാണ് ചെയ്തത്. നിലവിൽ ഈ പ്രതിയെക്കുറിച്ചുള്ള സൂചന എന്ന് പറയുന്നത് അയാളുടെ മുഖം വ്യക്തമല്ല, വന്ന വണ്ടിയുടെ നമ്പർ ഇവിടുത്തെ CCTVയിൽ നിന്ന് വ്യക്തമായിരുന്നില്ല. കൂടാതെ അയാൾ പോയ ദിശ മാത്രമാണ് അറിയാവുന്നത്. എന്തായാലും ആ കാര്യങ്ങളൊക്കെ തന്നെ തുടർന്നുള്ള, അതായത് ഈ വഴിയോരത്തുള്ള CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ചുകൊണ്ട് അതിലൂടെയെല്ലാം തന്നെ വ്യക്തമാകാനാണ് സാധ്യത എന്നാണ് പോലീസ് പറയുന്നത്. ആ രീതിക്കുള്ള അന്വേഷണം കൂടി ഇപ്പോൾ നിലവിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. എന്തായാലും പോലീസ് പറഞ്ഞൊരു കാര്യം, കൃത്യമായ ഒരു നിരീക്ഷണം നടത്തിയ ശേഷമാണ് ഇയാൾ വന്നിരിക്കുന്നതെന്നാണ്. ഒപ്പം തന്നെ ഈ പണം എടുത്തതിലെ ഒരു കൗതുകരമായ കണക്കും 47 ലക്ഷം ഉണ്ടായിട്ടും അതിൽ നിന്ന് 15 ലക്ഷം എടുത്തുകൊണ്ട് പോകുന്നു. കൃത്യമായി ഈ ഒരു അവിടുത്തെ ആള് കുറയുന്ന ഒരു സമയം, അത് ഉച്ചഭക്ഷണ സമയമാണ് എന്ന് കൃത്യമായി നോക്കി. ബാക്കി ആ ബാങ്കിൻ്റെ കിടപ്പൊക്കെ അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ്, ക്യാഷ് കൗണ്ടർ എവിടെയാണെന്നൊക്കെ കൃത്യമായി അറിയുന്ന ആളാണ്. അപ്പോൾ ഒരുപക്ഷെ ഇതര സംസ്ഥാന തൊഴിലാളികൾ ആരെങ്കിലും ആണെങ്കിൽ, അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ മോഷ്ടാവാണെങ്കിൽ എന്തായാലും ആ ബാങ്കുമായി ഒന്നുമില്ലെങ്കിൽ ഒരു ക്രയവിക്രയം നടത്തുന്ന ആളായിരിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും സമയങ്ങളിൽ ബാങ്കിലേക്ക് ഇടപാട് നടത്താൻ എന്ന വ്യാജേന അയാൾ വന്നുപോയിട്ടോ ഉണ്ടാകും, അല്ലേ ലിഷോയ്? തീർച്ചയായും കൃത്യമായി നിരീക്ഷണത്തിലൂടെ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് നടത്തിയ ഒരു ഈ മോഷണം എന്നുള്ളത് തന്നെയാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളവും അവരും പറയുന്നത്. മറ്റൊന്നുമല്ല, ഇത് കൃത്യമായി ബാങ്കിൽ ഏതൊക്കെ സമയത്ത് നടക്കും എന്നുള്ള കാര്യം അറിയാവുന്ന ഒരാളാണ്. ഈ 2 മണി മുതൽ 2:30 വരെയുള്ള സമയത്ത് എത്ര ജീവനക്കാർ ബാങ്കിനകത്തുണ്ടായിരിക്കും, എത്ര ജീവനക്കാർ ഭക്ഷണത്തിനായി പുറകുവശത്തേക്ക് പോകും എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നേരത്തെ തന്നെ മനസ്സിലാക്കിയ ശേഷമാണ് ഈ മോഷ്ടാവ് ഇങ്ങോട്ടേക്ക് എത്തിയത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. അതായത് ഒന്നുകിൽ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇടപാടുകാരൻ എന്ന വ്യാജേന അങ്ങോട്ടേക്ക് എത്തി, അല്ലെങ്കിൽ ഇവിടുത്തെ ഇടപാടുകാരൻ. ഈ 2 സാധ്യതകൾ യാതൊരു വിധത്തിലും പോലീസ് തള്ളിക്കളയുന്നില്ല. എന്തായാലും ആ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി തന്നെ പരിശോധിക്കുമെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഈ വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം ഇപ്പോഴും പലയിടങ്ങളിലായി പുരോഗമിക്കുകയാണ്. ജില്ലാതിർത്തിയും സംസ്ഥാന അതിർത്തിയും അതുപോലെ തന്നെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കും സമാനമായ രീതിയിൽ മോഷണം നടത്തിയ ആളുകളെ സംബന്ധിച്ചെല്ലാം തന്നെ ഈ വിവരങ്ങളൊക്കെ തന്നെ ഈ പല പോലീസ് ഉദ്യോഗസ്ഥർക്കും പല പോലീസ് സ്റ്റേഷനുകളിലേക്കും പല ജില്ലാ ആസ്ഥാനങ്ങളിലേക്കും എല്ലാം തന്നെ കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അല്പസമയം മുമ്പ് റൂറൽ SP പറഞ്ഞത്. ലിഷോയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ചാലക്കുടി പോട്ടയിലെ ഫെഡറൽ ബാങ്ക് ശാഖയിലാണ് ഇന്ന് 2-നും 2:30-ക്കും ഇടയിലുള്ള 3 മിനിറ്റ് നേരം കൊണ്ട് ഇതുപോലെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കവർച്ച നടന്ന് 15 ലക്ഷം രൂപയുമായാണ് കൊള്ളക്കാരൻ അവിടെ നിന്ന് കടന്നു കളഞ്ഞത്.